ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മാത്സിലെ ചാപ്റ്റർ 5 ഇതാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ വിസിബിൾ ആവും കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണ്? When all the side of a square decreased by 4 meter and the area became 100 meter square, find the length of square. നമുക്കിവിടെ തന്നിട്ടുണ്ട് ഒരു സ്ക്വയർ ഉണ്ട് അല്ലേ? ഒരു സ്ക്വയർ അതിനെ 4 മീറ്റർ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ 4 മീറ്റർ കുറച്ചപ്പോൾ നമുക്ക് വേറെ എന്ത് കിട്ടി? ഒരു കുഞ്ഞ് സ്ക്വയർ കൂടെ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എന്താണ് 4 മീറ്റർ ആണ് നമ്മൾ കുറച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഏരിയ എത്ര മീറ്റർ ആയി നമുക്ക് കിട്ടിയെന്ന് അറിയോ? അപ്പൊ അതിന്റെ ഏരിയ നമുക്ക് 100 മീറ്റർ സ്ക്വയർ എന്നുള്ള കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒറിജിനൽ സ്ക്വയറിന്റെ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് മറ്റേത് എക്സ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇത് എക്സ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എക്സ് -4 എന്ന് എടുത്തൂടെ? കാരണം നമുക്ക് ഒന്നുമേ അറിയില്ല. അപ്പൊ നമ്മൾ വെറുതെ ഒരു പേരിട്ട് കൊടുത്തു തുടങ്ങി. അപ്പൊ അത് എക്സ് എന്ന് കൊടുത്തു, ഇത് എക്സ് -4 എന്ന് നമ്മൾ കൊടുത്തു. കാരണം എന്തുകൊണ്ടാണ് 4 എന്ന് കൊടുത്തേ? അവിടെ 4 മീറ്റർ അവര് കുറച്ചിട്ടാണ് ഈ ഒരു സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ? പിന്നെ നമുക്ക് തന്ന കാര്യമാണ് എന്ത്? ഏരിയ അല്ലെ? ഏരിയ എന്ന് പറയുന്ന കാര്യം നമുക്ക് 100 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് -4 സ്ക്വയർ ആണ് എന്ത്? 100. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് -4 ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? റൂട്ട് 100 ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമുക്ക് കിട്ടി എക്സ് -4 എന്ന് പറയണത് 10 ആണെന്ന് കിട്ടി. അപ്പൊ എക്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 10 + 4. അതെന്താ? ഈ -4 ഇങ്ങോട്ട് വരാൻ നേരത്തെ +4 ആയി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 14 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓടി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 9 added to the product of 2 consecutive numbers multiples of 6 gave 729. What are the numbers? ഏതിന്റെയോ 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിനോടൊപ്പം 9 കൂട്ടിയപ്പോ നമുക്ക് 729 കിട്ടി. ആ 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയാൻ നേരത്ത് അത് എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 6ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഒരു നമ്പർ ലൈൻ അല്ലെങ്കിൽ വെറുതെ ഒരു നമ്പേഴ്സിന്റെ സംഭവം എന്ന് പറയുമ്പോൾ 6ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 6 കൂടി വരികയല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? 6, അതേപോലെ തന്നെ 12, 18, 24 അങ്ങനെ നമുക്ക് കൊടുക്കാം അല്ലേ? അപ്പൊ നമുക്ക് ഒന്നുമേ അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തിട്ട് ആദ്യത്തെ നമ്പറിന് എക്സ് എന്നും രണ്ടാമത്തെ നമ്പറിന് x+6 എന്നും കൊടുത്തു. അതെന്തുകൊണ്ട് x+6 കൊടുത്തത്? കാരണം നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഒക്കെ എന്താണ് 6 കൂടിയല്ലേ വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കും? അപ്പോ x × x+6 പ്ലസ് എങ്ങനെ ഈ പ്ലസ് വന്ന? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു 9 കൂട്ടിയപ്പോഴാണ് നമുക്ക് 729 കിട്ടി എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മൾ +9 = എത്രയാണ്? 729. ഓക്കെ അല്ലേ? അപ്പൊ 729 ആയപ്പോഴത്തേനും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? ഇതിന് ഇങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പൊ എക്സിന്റെ എക്സ് എന്ന് പറയാൻ നേരത്ത് x² + 6x + 9 = 729. അപ്പോൾ ഇങ്ങനെ വരാൻ നേരത്ത് ഒരു ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഒന്നുമേ ഇല്ല. ഈ 6ന്റെ പകുതിയോടൊപ്പം ഈ 6ന്റെ പകുതി ഏതാണോ അതിന്റെ സ്ക്വയർ ആണ് ഇതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്വയറിന്റെ നമ്പറോട് കൂടി നമുക്ക് എങ്ങനെ എഴുതാന്നറിയോ? ഇപ്പൊ നമുക്ക് x+1² എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തും. ഒന്നുമേ ഇല്ല, പറഞ്ഞുതരാം. ഈ 6ന്റെ പകുതി എത്രയാണ്? 3 അല്ലെ? 3ന്റെ സ്ക്വയർ ആണ് എന്ത്? 9. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതി കൊടുക്കാന്നറിയോ? x+3² ഇട്ട് കൊടുക്കാം. മനസ്സിലായെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ മാറ്റി എഴുതുന്നതിനാണ് സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ വരുന്നറിയോ? x+3² എന്ന് എഴുതി. x+3² = 729. ഓക്കെ അല്ലേ? അപ്പൊ x+3 എന്ന് എഴുതാൻ നേരത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ 729 പോയിട്ട് √729 ആയി മാറുന്നു. അപ്പൊ x+3 എത്രയാണെന്നുള്ള കാര്യം 729ന്റെ റൂട്ട് നമുക്ക് അറിയോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 20ന്റെ സ്ക്വയർ എത്രയാണെന്ന് നോക്കുക. 400 ആണ് അല്ലെ? അപ്പൊ 13ന്റെ സ്ക്വയർ എത്രയാണ്? 900 ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഏതോ ഒരു നമ്പർ അല്ലേ ഇത് അല്ലെ? അപ്പൊ നമ്മൾ 25, അതായത് 700 ആയതുകൊണ്ട് തന്നെ കൂടുതലാണ് അല്ലേ? അപ്പൊ നമ്മൾ ബാക്കിൽ നിന്ന് കൊടുക്കുക. അപ്പൊ 26 ആണ്. നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ 26 × 26 ചെയ്തിട്ട് എന്താണോ കിട്ടുന്നത് അങ്ങനെ നോക്കാം. അപ്പൊ 27 ആണ് ഡൗട്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ എന്ത് വരുന്നറിയോ? 27 വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
അപ്പൊ എക്സ് നമ്മൾ എങ്ങനെ വേണം, എക്സിനെ അവിടെ നിർത്തിക്കൊണ്ട് ഈ +3 ഇങ്ങോട്ട് വരാൻ നേരത്ത് -3 ആവും. 27 - 3 എന്ന് വരും അല്ലേ. അപ്പൊ 27 - 3 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് എക്സ് 24 എന്ന് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ h+6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് നമ്പർ കിട്ടിയില്ലേ. അപ്പൊ h+6 എന്ന് പറഞ്ഞാൽ 24 + 6 എത്രയാണ്? 30. ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ അല്ലേ. The product of a number and another number 8 more than it is 105. If the smallest number is x, then second number എത്രയാണെന്ന്. രണ്ടാമത്തെ which is the least number to be added to make the product a perfect square. And C question, find the numbers. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8 more than and it is 105 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്തിനോടോ 8 കൂടുതലാണ്. അപ്പൊ നമുക്ക് A ക്വസ്റ്റ്യനിൽ എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? സ്മോളസ്റ്റ് നമ്പർ x ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ സെക്കൻഡ് നമ്പർ എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. x ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാലോ എക്സിനോട് എത്രയോ കൂട്ടി, എത്രയോ നമ്മൾ കൂട്ടി എന്ന് പറഞ്ഞ നേരത്തെ x+8 എന്ന് പറഞ്ഞു അല്ലെ. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ. ദെൻ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ലീസ്റ്റ് നമ്പർ ടു ബി ആഡഡ് ടു മേക്ക് ദ പ്രൊഡക്റ്റ് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതിന് നമ്മൾ അങ്ങോട്ട് ഒരുമിച്ച് എഴുതാം. അതായത് ഇവരിനെ രണ്ടുപേരും നമുക്ക് ആരിനെയൊക്കെയാ പറഞ്ഞുതരാം. ഇവരിനെ രണ്ടുപേരും നമുക്കൊന്ന് ഒരുമിച്ച് ഇവിടെ എഴുതി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എഴുതിയാലോ. അപ്പോൾ ഇവരിനെ രണ്ടുപേരും ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വരും? x × x+8 എത്രയാണ്? 105. 105 എവിടെ നിന്നാണ് കിട്ടിയ? ക്വസ്റ്റ്യനിൽ ഉണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ x². അപ്പൊ നമ്മളിതിനെ ഇങ്ങനെ കൊടുത്തു. അപ്പൊ x² + 8x = 105. അപ്പൊ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ആരുമില്ല. നേരത്തെയൊക്കെ എന്തിനോടൊപ്പം ഇന്ന ആള് കൂട്ടി. ഇപ്പൊ 9 ആണെങ്കിൽ 9 കൂട്ടി, 10 ആണെങ്കിൽ 10 കൂട്ടിയപ്പോഴാണ് ഇന്ന നമ്പർ കിട്ടിയെന്ന് പറയാം. അപ്പൊ ഇവിടെ ഒന്നുമേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു എന്നറിയോ? x² നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ ആണ് ഇവിടെ ഈ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഒന്നുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. x² + 8x കൂടി എങ്ങനെ നമ്മളത് കണ്ടുപിടിച്ചേ? 8ന്റെ പകുതി 4. ആ 4ന്റെ സ്ക്വയർ 16. അപ്പൊ ഇവിടെ എന്ത് കൂട്ടണം? 16 കൂട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തും നമ്മൾ കൂട്ടാം. കാരണം എന്താ? ഇവിടെ ഒന്നുമേ ഇല്ല. ഇവിടെ നമുക്ക് ഒന്നും ആഡ് ചെയ്യിക്കാനായിട്ട് ഒന്നുമേ തരാത്തതുകൊണ്ട് നമ്മൾ ഇവിടെയും അതിന്റെ ഇപ്പുറത്തും, അതായത് ഈ നമ്പറിന്റെ ഇപ്പുറത്തും നമ്മൾ എന്ത് ചെയ്യുക? അത് കൂട്ടി കൊടുക്കുക അല്ലെ. അപ്പൊ നമ്മൾ 105നോടൊപ്പം എന്ത് കൂട്ടണം? 16 കൂട്ടണം. അപ്പൊ ഈ 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 4ന്റെ സ്ക്വയർ ആണെന്നുള്ള കാര്യം മനസ്സിൽ ഓർമ്മ വേണം അല്ലെ. അപ്പൊ ഇനി നമ്മൾ അങ്ങനെ ചെയ്ത് വരും. അപ്പൊ നമുക്ക് അറിയാലേ 4ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ചെറുതാക്കി എങ്ങനെ എഴുതി കൊടുക്കാം? x+4 the whole square. എന്നിട്ട് ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതാം. 105 - 16 കൂടി കൂട്ടി എത്രയാണ്? 121. ആ 121 നമുക്ക് വെറുതെ ആക്കി എഴുതാൻ നേരത്ത് x+4 = √121. x+4 എത്രയാ? 11. അപ്പൊ നമുക്ക് x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സിനെ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 11 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 7 എന്ന് കിട്ടും. ആൻഡ് ദ നമ്പേഴ്സ് ആർ ആരൊക്കെയാണ്? അപ്പോ 7ഉം 15ഉം. എങ്ങനെ ഈ 15 കിട്ടിയേ? ആ 7നോട് കൂടി 8 കൂട്ടിയാൽ നമുക്ക് 15 കിട്ടുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഏത് ടോപ്പിക്, ഏത് സബ്ജക്റ്റ്, എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.